ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിലെ ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രതികരണ വേദി തുടങ്ങാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ആത്മാവ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് ഇടപെടണം എന്ന് തോന്നിയാൽ വിളിക്കേണ്ട നമ്പർ 048428300510. അതല്ല, നിങ്ങൾക്ക് ചില ദൃശ്യങ്ങൾ അയക്കണമെന്ന് തോന്നിയാൽ, സംസാരിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾക്കൊരു വാട്സപ്പ് നമ്പറുണ്ട് 6235968937. ഒരിക്കൽ കൂടി പറയാം, 6235968937. ഈ രണ്ട് നമ്പറും സ്ക്രീനിലുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് 24 ലോഗിൻ ചെയ്താൽ, യൂട്യൂബിൽ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ പോയി സന്ദേശങ്ങൾ അവിടെ കുറിക്കാം. അപ്പോൾ സന്ദേശങ്ങളും വിളികളും ഒക്കെയായിട്ട് അടുത്ത 1 മണിക്കൂർ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ടവർക്ക് അറിയുന്ന പോലെ ഇന്ന് ആദ്യം ഞാൻ വയനാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇന്നത്തെ തെരച്ചിൽ അത് പ്രത്യേകിച്ച് ഒരു ജനകീയ തെരച്ചിലായിരുന്നു. ഇതിൽ അഫക്റ്റ് ചെയ്തിട്ടുള്ള ജനങ്ങൾ പങ്കെടുത്തു, സന്നദ്ധ സേനാംഗങ്ങൾ പങ്കെടുത്തു, മറ്റുള്ളവർ പങ്കെടുത്തു, പതിവ് തെരച്ചിലുകാരും ഉണ്ടായിരുന്നു. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി നാട്ടുകാരെ ഉൾപ്പെടുത്തിയുള്ള തെരച്ചിലാണ് ഇന്ന് നടത്തിയത്. ഇന്ന് രാവിലെ 9 മണിക്ക് തെരച്ചിൽ ആരംഭിച്ചു. ഏതാണ്ട് വൈകിട്ട് വരെ നീണ്ടുപോയി. അത് 6 സോണുകളായി തിരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. ജനകീയ തെരച്ചിൽ തുടരണമോ വേണ്ടയോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്ന് മന്ത്രി പി മുഹമ്മദ് റിയാസ് ഇന്ന് വയനാട്ടിൽ പറഞ്ഞു. ഇനിയും കാണാമറയത്തുള്ളത് 100 കണക്കിന് ആളുകളെയാണ്. അതുകൊണ്ടാണ് അവരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും പ്രാദേശിക ജനപ്രതിനിധികളെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനകീയ തെരച്ചിൽ നടത്തുന്നത്. ഉരുൾപൊട്ടലിൽ കാണാതായവരെ തേടി ദുരന്തഭൂമിയിൽ ഇന്ന് നടത്തിയ ജനകീയ തെരച്ചിലിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് ആളുകളാണ് പങ്കാളികളായത്. ക്യാമ്പിൽ കഴിയുന്നവർക്കൊപ്പം NDRF, ഫയർഫോഴ്സ്, പോലീസ്, പ്രാദേശിക ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരാണ് അണിനിരുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങളിൽ എല്ലാം ഇന്ന് വിശദമായി തെരച്ചിൽ നടത്തി. മട്ടമലയിൽ നിന്ന് 2 എല്ലുകൾ കണ്ടെത്തി. ഇത് മനുഷ്യന്റേതാണോ മൃഗത്തിന്റേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. മുട്ടിന്റെ മോഡലായിട്ട് തോന്നുന്നുണ്ട്. ഏതായാലും മൃഗത്തിന്റെ ആണോ മനുഷ്യന്റെ ആണോ എന്നുള്ളത് നമ്മൾ കൈമാറിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അറിയാം. ഒരു കാർട്ടിലേജ് പോലെയാണ് തോന്നുന്നത്. മൃദുവായിട്ടുള്ള അസ്ഥി പോലെയാണ് നമുക്ക് കാഴ്ചയിൽ ദർശിക്കാൻ കഴിയുന്നത്. തിരച്ചിലിന് ദുരന്തബാധിതർ നൽകുന്ന നിർദ്ദേശങ്ങൾ എല്ലാം പരിഗണിക്കുമെന്നും തിരച്ചിൽ ഇനിയുള്ള ദിവസങ്ങളിൽ തുടരണോ വേണ്ടയോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും മന്ത്രി പി മുഹമ്മദ് റിയാസ് അറിയിച്ചു. ക്യാമ്പിൽ നിന്ന് വരുന്നവർ ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങൾ കുറെ കൂടി നന്നായി പരിശോധിച്ചു വരികയാണ്. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ, അതൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ നിലയിലും തെരച്ചിൽ നമ്മളെ അതിന്റെ ശ്രമങ്ങൾ തുടരും. ജനകീയ തിരച്ചിലിനിടെ ഇന്ന് പരപ്പൻപാറയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. റിപ്പണിൽ നിന്ന് പോയ സംഘമാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഇതേ സംഘം 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. നാളെ പുഴയുടെ താഴെ ഭാഗങ്ങളിൽ സേനയെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തും. ഇനി കണ്ടെത്താനുള്ളത് 126 പേരെയാണ്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ജനകീയ തെരച്ചിൽ വൈകിട്ട് വരെ നീണ്ടുനിന്നു. പലയിടങ്ങളും വൈകാരികമായ നിമിഷങ്ങൾക്കാണ് സാക്ഷിയായത്. അതേസമയം മേപ്പാടി ഹെൽത്ത് സെന്ററിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇവിടെ കൗൺസിലർമാരുടെ 136 ടീം പ്രവർത്തിക്കുന്നുണ്ട്. 1 വർഷം നീളുന്ന മാനസികാരോഗ്യ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പകർച്ചവ്യാധികൾ തടയാനുള്ള നടപടികൾ വയനാട്ടിലെ എല്ലാ ആശുപത്രികളിലും സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. മാനസികാരോഗ്യ പിന്തുണ അത് കേരളത്തിൽ നമ്മൾ സുനാമിയോ മറ്റുരുൾപൊട്ടലോ ഒക്കെ ഉണ്ടായതിനേക്കാൾ അപ്പുറത്ത് ഒരു മിഷൻ അടിസ്ഥാനത്തിൽ ഒരു ലോങ് ടേമിലേക്കാണ് ഇത് ചെയ്യുന്നത്. 2 പകർച്ചവ്യാധി പ്രതിരോധം, മൃഗങ്ങളുടെ ജഡങ്ങളിൽ നിന്നുള്ള രോഗാണുക്കൾ, പിന്നെ ഈ ഇവിടെയുള്ള കിണറുകളും മറ്റിതൊക്കെ മലിനമായിട്ടുണ്ട്. ദുരന്ത പശ്ചാത്തലത്തിൽ പഠനം നടത്താൻ ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ 5 അംഗ വിദഗ്ധ സംഘം ഈ മാസം 19-ന് ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അട്ടമല എന്നീ പ്രദേശങ്ങൾ സന്ദർശിക്കും. നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങളിലെല്ലാം സാധ്യമായ രീതിയിൽ തിരച്ചിൽ നടത്താനാണ് സർക്കാർ തീരുമാനം. ആവശ്യമെങ്കിൽ അടുത്ത ദിവസങ്ങളിലും ജനകീയ തെരച്ചിൽ നടത്താനാണ് തീരുമാനം. വയനാട്ടിൽ നിന്നും മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ.
ഷാഫി കൊമ്മേരി യൂട്യൂബിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. യൂട്യൂബിൽ 24-ന്റെ കാണികൾ സബ്സ്ക്രൈബേഴ്സ് 60 ലക്ഷം കവിഞ്ഞല്ലോ. കേക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. താങ്കളൊരു കേക്ക് വാങ്ങിച്ച് കഴിച്ചിട്ട് അതിൻ്റെ ബില്ല് എൻ്റെ പേർക്ക് അയച്ചേക്കുക, നമുക്ക് ഡീൽ ചെയ്യാം. എല്ലാ പ്രേക്ഷകരും സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഈ 24 പിറവിയെടുത്തിട്ട് 6 കൊല്ലം തികഞ്ഞിട്ടില്ല. അടുത്ത ഡിസംബർ 8 ആകുമ്പോഴാണ് നമ്മൾ 6 വർഷമാകുന്നത്. അതിനു മുമ്പേ തന്നെ 6 വർഷത്തിന് തികയുന്നതിന് മുമ്പേ തന്നെ 6 മില്യൺ കടന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. നമ്മൾ ഈ കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ നന്ദി പറയുന്നത് ശരിയല്ല. അതുപോലെ ഇന്ന് മറ്റൊരു കാര്യം, 24 കണക്റ്റിൻ്റെ ആപ്പ് വയനാടിനെ നെഞ്ചേറ്റാനുള്ള എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന നമ്മുടെ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള ആളുകളെ സംഘടിപ്പിച്ച് ഒരു ക്രൗഡ് ഫണ്ടിങ് തയ്യാറാക്കി അർഹരായ ആളുകളെ സഹായിക്കാൻ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ 24-ൻ്റെ ആപ്പ് നിലവിൽ വന്നു. നിങ്ങളൊക്കെ ആപ്പിലൂടെ കടന്നുപോയി എന്നാണ് എൻ്റെ വിശ്വാസം. 100% സുതാര്യത ഉറപ്പുവരുത്തുന്ന ഒരു ആപ്പാണ് ഉള്ളത്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഇതിൻ്റെ QR കോഡ് കാണിച്ചിട്ട് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ വിശദാംശങ്ങൾ എത്താം. അപ്പോൾ ആ ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് കഴിയുന്നത്, ഒരിക്കലും ഒരു സമ്മർദ്ദമൊന്നുമില്ല, കഴിയുന്നത് സർക്കാർ ഇടപെടാത്ത മേഖലകളിലൊക്കെ തന്നെ ചില സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള 24 കുടുംബത്തിൻ്റെ ശ്രമമാണ് ഇത്. എൻ്റെ കുടുംബം നാടിനൊപ്പം. നമുക്കിന്ന് വന്ന മറ്റൊരു വാർത്തയെന്ന് പറയുന്നത്, എന്തായിരിക്കാം വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം? പല ആളുകളും പലതും പറയുന്നുണ്ട്. അനധികൃതമായ റിസോർട്ടുകൾ, കോറി, ഇങ്ങനെ പല കാരണങ്ങൾ പറയുമ്പോൾ ഇന്ന് ജിയോളജിക്കൽ സർവേ പറഞ്ഞിരിക്കുന്നത് കനത്ത മഴയാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. ഈ വയനാടിൻ്റെ ഭൂപ്രകൃതിയും ചരിവും മണ്ണിൻ്റെ ഘടനയുമൊക്കെ ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടിയെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ പ്രേരക ശക്തി കനത്ത മഴ തന്നെയാണെന്ന ദുരന്തത്തിന് പിന്നാലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട്. പ്രദേശത്ത് നടത്തിയ പ്രാഥമിക പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. അപകടമുണ്ടായ പ്രദേശത്ത് 2018 മുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. 2019 പുത്തുമലയിലേതുൾപ്പെടെ വെള്ളരിമലയിലും ചൂരൽമലയിലുമൊക്കെയായി ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. ജൂലൈ 3-ാം വാരം മുതൽ ഈ മേഖലകളിൽ തുടർച്ചയായി മഴ പെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദുരന്തമുണ്ടാകുന്നതിന് മുമ്പുള്ള 24 മണിക്കൂറിൽ പുത്തുമലയിൽ പെയ്തിറങ്ങിയത് 372.6 മില്ലിമീറ്റർ മഴ. തെറ്റമലയിൽ 409 മില്ലിമീറ്റർ മഴയും. സമീപ പ്രദേശങ്ങളിലെല്ലാം മഴ കനത്തു. തുടർച്ചയായി മഴ പെയ്ത് നനഞ്ഞു കുതിർന്ന് കിടന്ന പ്രദേശത്ത് അധികമായി കനത്ത മഴ പെയ്തിറങ്ങിയപ്പോൾ മർദ്ദം താങ്ങാനായില്ല. അതാണ് ഉരുൾപൊട്ടലിനിടയാക്കിയതെന്നാണ് GSIയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഉരുൾപൊട്ടലിനെ തുടർന്ന് പാറക്കല്ലുകളും മണ്ണും ചെളിയും വെള്ളവും 7 കിലോമീറ്റർ ദൂരത്തോളം ഒഴുകി. ദ്രുതഗതിയിൽ അവശിഷ്ടങ്ങൾ ഒഴുകിയ കുത്തൊഴുക്കിൽ പുന്നപ്പുഴയുടെ ഗതി മാറി. അങ്ങനെ മുണ്ടക്കയിലും ചൂരൽമലയിലും ദുരന്തം പെയ്തിറങ്ങി. ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രത്തിൽ 25 മുതൽ 40 ഡിഗ്രി വരെ ചരിവ്. 5 മീറ്റർ വരെയാണ് മേൽമണ്ണിന്റെ കനം. കനത്ത മഴയും ചരിവും ഉരുൾപൊട്ടാനും ആഘാതം കൂട്ടാനും കാരണമായി. 2015-16 കാലഘട്ടത്തിൽ ഈ മേഖലയിൽ GSI പഠനം നടത്തിയിട്ടുണ്ട്. അന്ന് ചൂരൽമല, മുണ്ടക്കൈ, വെള്ളരിമല, അട്ടമല ഭാഗങ്ങൾ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശങ്ങളായി കണ്ടെത്തിയിരുന്നു. ദുരന്ത മേഖലയിൽ GSI വിശദമായ പഠനം നടത്തും. പഠനത്തിനു ശേഷം അന്തിമ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. ആ റിപ്പോർട്ടിൽ ദുരന്തത്തിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കാം. വയനാട്ടിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പുതിയതല്ല. 2018 ശേഷം 200ഓളം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും നടന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിതീവ്ര മഴയും ചരിവുള്ള ഭൂമിയുടെ രൂപമാറ്റവുമാണ് പ്രത്യക്ഷത്തിൽ തെളിയുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അത് ശരിവയ്ക്കുന്നുണ്ട്. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. അജി കരുനാഗപ്പള്ളി ചോദിക്കുന്നു, 24 പിരിക്കുന്ന പൈസ ആരാണ് ഓഡിറ്റ് ചെയ്യുന്നത്? വ്യവസായ ഓഡിറ്റേഴ്സ് തന്നെ ഉണ്ടാകും. ഫുൾ കണക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമോ? തീർച്ചയായിട്ടും വെബ്സൈറ്റിൽ ഞാൻ രാവിലെ തന്നെ മോർണിംഗ് ഷോയിൽ പറഞ്ഞിരുന്നു. 100% അബ്സല്യൂട്ട് ഗ്യാരണ്ടി ഇക്കാര്യത്തിലുണ്ട്. നമ്മൾ ആരാണ് പണം തന്നത്, എത്രയാണ് തന്നത്, എങ്ങനെയാണത് ചെലവഴിക്കുന്നത്, അതും പ്രേക്ഷകരുടെ അഭിപ്രായം തേടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം സുതാര്യമായി നടക്കും. ഇതിന് കൂടാതെ നമ്മൾ ഓഡിറ്റിന് വിധേയമാക്കും. ആ ഓഡിറ്റ് റിപ്പോർട്ടും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അത്രയും കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും ഇത്. എനിക്കറിയാം നിങ്ങൾ അധ്വാനിക്കുന്ന ഒരു പൈസ പോലും പാഴായി പോകാതിരിക്കാൻ എൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇക്കാര്യത്തിൽ ഉണ്ടാകും. വയനാട്ടിലെ ദുരന്ത മേഖലകളിൽ നമ്മുടെ ആളുകൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്കുണ്ടായ കഷ്ടപ്പാടുകൾ, യാതനകൾ, ക്ലേശങ്ങൾ, അവിടെ കണ്ണീരൊപ്പാൻ കിട്ടുന്ന നമ്മുടെ ഈ അവസരം നമ്മൾ ഒരിക്കലും മറ്റു വഴികളൊക്കെ തേടി അത് കളഞ്ഞു കുളിക്കില്ല. ഏറ്റവും സുതാര്യമായ രീതിയിലായിരിക്കും
ഇത് ചെയ്യുക. നിങ്ങൾക്കറിയാം, ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും 24 കണക്റ്റും ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ ആപ്പ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പ്രോജക്റ്റാണ് ഇതിലുള്ളത്. ഇതിൻ്റെ പണം സ്വരൂപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെബ്സൈറ്റിലും അതുപോലെ ചാനലിലും ഒക്കെ കാണിച്ചു തരാം. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള ക്രൗഡ് ഫണ്ടിങ്ങിന് നമ്മൾ ചെറിയ പൈസയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലിടാം. നിങ്ങൾ 10 രൂപ ഇട്ടാലും 100 രൂപ ഇട്ടാലും 1000 ഇട്ടാലും ഒക്കെ കുഴപ്പമില്ല. അങ്ങനെയാണ്. മാത്രമല്ല ആരെയും സമ്മർദ്ദപ്പെടുത്തില്ല. പക്ഷേ ചില ആളുകൾക്ക് അവരുടെ പേരുകൾ പുറത്തു വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ചാനലിൽ എഴുതി കാണിക്കാൻ പ്രയാസമുണ്ട്. അങ്ങനെ താല്പര്യമില്ലാത്ത ആളുകളുടെ പേരുകൾ നമ്മൾ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന രീതിയിൽ നമ്മൾ അതിൽ കാണിച്ചിരിക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കണക്കുകൾ പ്രസിദ്ധപ്പെടുത്തും. ഇതിൻ്റെ ഈ ആപ്പിൻ്റെ ഇന്ന് 24 കണക്റ്റിൻ്റെ ആപ്പ് പുറത്തു വന്നു. ഇന്ന് രാവിലെ 7:45 നമ്മളിത് പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ വിശദാംശങ്ങൾ. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനി അതിജീവനത്തിന്റെ നാളുകളാണ്. ദുരന്തബാധിതരുടെ അതിജീവനത്തിന് 24 ഫ്ലവേഴ്സ് ജീവനക്കാരുടെയും പ്രേക്ഷകരുടെയും കൈത്താങ്ങായി എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഈ പദ്ധതിക്ക് പണം സ്വരൂപിക്കുന്നതിനായി 24 കണക്റ്റും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് രൂപം നൽകിയ ആപ്പാണ് ഇന്ന് അവതരിപ്പിച്ചത്. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് ആപ്പ് അവതരിപ്പിച്ചത്. നമ്മൾ 24 കണക്ട് ഒപ്പമുണ്ട്. വയനാടിനെ നമ്മൾ അണച്ചു നിർത്തും. വയനാടിൻ്റെ ദുഃഖങ്ങൾ പങ്കിടാൻ നമ്മളൊപ്പം ഉണ്ടാകും. ഇനി അതിജീവനത്തിൻ്റെ നാളുകളാണ്. മുന്നോട്ടുള്ള യാത്രയിൽ വയനാട് ഒറ്റയ്ക്കല്ല. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും 24 ഫ്ലവേഴ്സ് ജീവനക്കാരും അതിഥികളും അവതാരകരും 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും കലാകാരന്മാരും ഒക്കെ ഒന്നിച്ച് ഒരേ മനസ്സോടെ 24 കണക്റ്റിൻ്റെ കുടക്കീഴിൽ വയനാടിനായി ഒന്നിക്കണം. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ മൊബൈൽ ആപ്പ് ഞാൻ പുറത്തിറക്കുന്നു. ഒന്നിച്ചു പോകാം, ഒന്നിച്ച് അതിജീവിക്കാം ഈ പ്രതിസന്ധിയെ. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള 24 കണക്റ്റിന്റെ എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയെ മന്ത്രിമാർ സ്വാഗതം ചെയ്തു. ദുരന്തമുഖത്ത് 24 നടത്തിയ ഇടപെടൽ സർക്കാരിന് കരുത്തു പകർന്നുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മനുഷ്യനെ രക്ഷിക്കാനുള്ള ഭഗീരഥ പ്രവർത്തനവുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആ ശ്രമങ്ങളിൽ സുമനസ്സുകളുടെ എല്ലാം സഹായവും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ കൂട്ടത്തിൽ സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന് ശീലമുള്ള 24ഉം പങ്കുചേരുന്നു എന്നത് ആഹ്ലാദകരമായ ഒരു കാര്യമാണ്, ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 24 കണക്ട് ആപ്പ് പുറത്തിറക്കിയതിനെ മന്ത്രി PA മുഹമ്മദ് റിയാസും അഭിനന്ദിച്ചു. 24 ന്യൂസ് തുടക്കം മുതലേ ഈ രക്ഷാദൗത്യ പ്രവർത്തനത്തിലെടുത്തൊരു സമീപനമുണ്ട്. പൊതുവേ മാധ്യമങ്ങളെല്ലാം എടുത്തതാണ്. 24 അതിൽ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആപ്പ് എന്നുള്ള ഈ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിരിക്കുന്നു. അത് SKN ഉൾപ്പെടെ ശരീരം സ്റ്റുഡിയോയിലാണെങ്കിലും മനസ്സ് ഞങ്ങൾക്കൊപ്പം ഇവിടെ വയനാട്ടിലാണ് എന്നുള്ളത് തെളിയിക്കുകയാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് 24 കണക്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡ് ഫോണുകളിലാണ് നിലവിൽ ഇത് ലഭ്യമാകുക. വൈകാതെ തന്നെ ആപ്പിൾ സ്റ്റോറിലും ലഭിക്കും. സംഭാവനകൾ സുതാര്യമാക്കുന്നതിനായി ബാങ്കുകൾ നിർദ്ദേശിക്കുന്ന KYC രേഖകളിലൊന്ന് ആപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് 24. എന്തായാലും ഈ ക്രൗഡ് ഫണ്ടിങ് നിങ്ങളൊക്കെ അണിചേരുക. നമ്മൾ ഈ പണം മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് വയനാടിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രമായിരിക്കുമെന്ന് കൂടി അറിയിക്കട്ടെ. അപ്പം എനിക്കറിയാം, നമ്മളൊരു കുടുംബമാണ് 24 കുടുംബം എന്ന് പറയുന്നത്. അതിൽ പ്രേക്ഷകരുണ്ട്, അവതാരകരുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, 24ൻ്റെ ജീവനക്കാരുണ്ട്, ഫ്ലവേഴ്സിൻ്റെ ജീവനക്കാരുണ്ട്, കലാകാരന്മാരുണ്ട്. ഇവരെല്ലാം ചേർത്തൊരു കുടക്കീഴിൽ നിർത്തിയായിരിക്കും നമ്മൾ ഈ വയനാടിനെ വീണ്ടെടുക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമത്തിന് പിന്തുണ കൊടുക്കുക. നമ്മുടേതായ ലെവലിൽ നമ്മളും ചെയ്യുക. അതുപോലെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അത്തരമൊരു ക്യാപ്സ്യൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. ബി പോസിറ്റീവ്. ഞാൻ എനിക്ക് ആവേശം തോന്നിയ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ആദ്യം, വിദേശത്ത് പോയി സ്വരൂപിച്ച സമ്പാദ്യം കൊണ്ട് വാങ്ങിയ 5 സെന്റ് ഭൂമി വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകുകയാണ് കോഴിക്കോട്ടെ യൂസഫ്. 13 വർഷം സൗദി അറേബ്യയിൽ കഠിനാധ്വാനം ചെയ്താണ് കാപ്പാട് സ്വദേശി KP യൂസഫ് ഉള്ളിയേരിയിൽ വീട് നിർമ്മിക്കാനായി ഈ 5 സെന്റ് ഭൂമി വാങ്ങിയത്. അദ്ദേഹം ഈ ഭൂമി വയനാട്ടിലെ ആർക്കെങ്കിലും ഭൂമിയില്ലാത്ത വീട് വയ്ക്കാൻ ആഗ്രഹമുള്ള ആളിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇമെയിലിലൂടെ അറിയിക്കുകയും ചെയ്തു. മലയാളികൾക്ക് സഹജീവികളോടുള്ള അനുകമ്പയും സ്നേഹവും വിലമതിക്കാനാകാത്തതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാപ്പാട് സ്വദേശി KP യൂസഫിൻ്റേത്. വാർത്തയൊക്കെ കാണുന്ന സമയത്ത് വളരെ പ്രയാസം തോന്നി.
അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് മൂത്തവും അവിടെ ആയിരുന്നു. നമ്മൾ 3 ആൾ ഇരുന്ന്, ബാക്കിയുള്ള എൻ്റെ ചെറിയ മോനും 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പിന്നെ വൈഫും കൂടി ഇരുന്ന് ആലോചിച്ച്. സൗദിയിൽ 13 വർഷമാണ് യൂസഫ് എല്ലുമുറയെ പണിയെടുത്തത്. സമ്പാദ്യവുമായി നാട്ടിൽ വന്ന് വീട് വെക്കാനായിരുന്നു തീരുമാനം. ഇതിനായി ഉള്ളേരി പൊയിലുങ്കൽ താഴെയിൽ വഴിയരികിൽ 5 സെന്റ് സ്ഥലവും വാങ്ങി. പക്ഷേ വയനാട്ടിലെ ദുരിതബാധിതരുടെ നെഞ്ചുപിടയ്ക്കുന്ന കാഴ്ചകൾ യൂസഫിൻ്റെയും കരളലിയിച്ചു. ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞ്, അവൻ സ്കൂൾ വെക്കേഷന് എൻ്റെ സ്നേഹിതൻ്റെ ഒരു റെഡിമെയ്ഡ് കടയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 4500 രൂപ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ പൈസ ബാങ്കിലുണ്ടല്ലോ, അതാണ് കൊടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അത് പോരാന്ന് പറഞ്ഞു, അത് ഇവിടെ എത്തൂല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം നമുക്കൊരു സ്ഥലം ഉണ്ടല്ലോ 5 സെൻറ്റ്, അതാണ് കൊടുത്താലോ. അപ്പോൾ അത് നല്ല തീരുമാനമാണ് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. ഇക്കാര്യം മുഖ്യമന്ത്രിയെ ഇമെയിലിലൂടെ അറിയിച്ചു. പിന്നാലെ യൂസഫിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടിയും എത്തി. മഹാമനസ്കതയ്ക്ക് നന്ദിയെന്നും ഭൂമി കൈമാറുന്ന നടപടികൾക്കായി കോഴിക്കോട്, വയനാട് കളക്ടർമാരെ ബന്ധപ്പെടണമെന്നും മറുപടി. യൂസഫിന്റെ മൂത്ത മകൻ അഖിൽ അൻവറും ആംബുലൻസ് ഡ്രൈവറായി വയനാടിന്റെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. അവിടെ 400 വീടുകൾ നഷ്ടപ്പെട്ട എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ ഒരാൾക്ക് നമ്മളെ ഈ സ്ഥലം ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതെന്നുള്ള നിലക്ക് ഞാൻ ഉപ്പാനെ സപ്പോർട്ട് ചെയ്തു. എന്തായാലും നമുക്ക് കൊടുക്കാമെന്നുള്ള രീതിക്ക് തന്നെ ഞാൻ സംസാരിച്ചു. ആ 5 ദിവസത്തെ ഒരു സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്തും ഈ ഒരു കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷിച്ച് അവിടെ നിന്നത്. ഇല്ലായ്മകൾക്ക് നടുവിലും യൂസഫിനെ പോലെയുള്ളവരുടെ ഉദാത്ത മാതൃകകളാണ് കേരളം ഓരോ ദിവസവും കാണുന്നത്. ദുരന്തത്തെ അതിജീവിക്കാൻ, വയനാടിനെ നെഞ്ചോട് ചേർക്കാൻ യൂസഫിനൊപ്പം നമുക്കും കൈകോർക്കാം. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ശ്രീരാജ് കാലിക്കറ്റ് പറയുന്നു, 24 ആപ്പ് വയനാടിന് മാത്രമായിട്ടാണോ അതോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? നമുക്ക് ഇപ്പോൾ തൽക്കാലത്ത് വയനാടിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. എന്നാൽ 24 കണക്റ്റിൻ്റെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ ആപ്പ് ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. തോമസ് മാത്യു പറയുന്നു, ഇന്ന് വന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു SKN. ഇത് പറഞ്ഞാൽ ജനങ്ങൾക്കൊരു ആവേശമായിരിക്കും. നമുക്ക് ഇപ്പോൾ ഇനി സമയമുണ്ടല്ലോ ഇന്നത്തെ ഡേ കഴിയാൻ. നമുക്ക് ഓരോ ദിവസം വരുന്നത് വേണമെങ്കിൽ പിറ്റേന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ നമുക്ക് പ്രസിദ്ധപ്പെടുത്താവുന്നേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പറയുകയും ചെയ്യാം. താങ്കൾ കാത്തിരുന്നുള്ളൂ. അപ്പോൾ തുക്കിൽ VK പറയുന്നു, തമ്മിൽ മത്സരവോട്ടവും തമ്മിൽ പാരവയ്ക്കലും അപ്പുറം ഇപ്പുറം കുറ്റപ്പെടുത്തി വീഡിയോ ഇടുക, ഇത് നിർത്തണം SKN. ഏത് വീഡിയോയെക്കുറിച്ചാണ് താങ്കൾ പറയുന്നതെന്നറിയില്ല. ഞങ്ങളങ്ങനെ കുറ്റപ്പെടുത്തി ഒരു വീഡിയോയും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക. അതേസമയം ഏതെങ്കിലും കാര്യത്തിന് മറുപടി പറയണമെങ്കിൽ അത് നമ്മൾ ചാനലിലൂടെ ആയിരിക്കും മറുപടി പറയുക. അതും അത്യാവശ്യം വേണമെങ്കിൽ മാത്രമേ ഉള്ളൂ. നല്ല അടുത്ത് നിൽക്കുന്ന ആളിന് നല്ല അമണ്ടൻ പാര വെച്ച് കൊടുക്കുക എന്നത് നമ്മുടെ ശൈലിയല്ല. ഈ പ്രതികരണ വേദി തുടരുകയാണ്. ബെൻ എബ്രഹാം ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ഈ ആപ്പിൾ സ്റ്റോറിൽ ഈ ആപ്പ് ഇപ്പോൾ ലഭ്യമാകുമെന്ന് ചോദിച്ചിരിക്കുന്നു. പ്ലേ സ്റ്റോറിൽ മാത്രമാണ് ഇപ്പോൾ ലഭ്യം. ആപ്പിൾ സ്റ്റോറിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ശരിയാവും. അവിടുത്തെ ചില നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. നമുക്ക് വൈകാതെ തന്നെ ആപ്പിൾ സ്റ്റോറിലും ഇത് ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. അതുപോലെ മറ്റൊരു കാര്യം, നമ്മുടെ മോഹനൻ സി പറയുന്ന ഈ കാലവും കടന്നു പോകും. തീർച്ചയായിട്ടും എത്രയോ പ്രതിസന്ധികൾ, വെള്ളപ്പൊക്കം, കോവിഡ്, എന്തെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ കാലവും തീർച്ചയായിട്ടും കടന്നു പോകും. പക്ഷേ ഈ അശരണരായ, ആലംബഹീനരായ കുറേ മനുഷ്യർ ഈ ഉരുൾപൊട്ടലിൻ്റെ ബാക്കി പത്രത്തിലുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം. അതിനാണ് നമ്മളൊരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഒരു കളക്ഷൻ നടത്താനൊക്കെ ശ്രമിക്കുന്നത്. ഇതിൽ നമ്മുടെ സ്റ്റാഫ്, ഫ്ലവേഴ്സിൻ്റെ 24 ജീവനക്കാരുണ്ട്, ഇവിടുത്തെ അതിഥികളുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുണ്ട്. ഇവരെല്ലാം ചേർത്ത് ഒരു കുടുംബം പോലെ നമ്മൾ 24 ഫാമിലി ആയിരിക്കും ഇതിൽ പ്രവർത്തിക്കുക. ഇനി നമുക്ക് ഷിരൂരിലേക്കൊന്ന് പോകണം. കാര്യം മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ നാളെ തിരച്ചിൽ തുടങ്ങുമോ എന്ന കാര്യം തീരുമാനമെടുത്തില്ല. ആ തീരുമാനം വൈകുന്നു എന്നാണ് ഞങ്ങളുടെ ബംഗളൂരു റിപ്പോർട്ടർ പറയുന്നത്. ചൊവ്വാഴ്ച ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് വീണ്ടും പരിശോധിച്ചതിന് ശേഷമായിരിക്കും അവിടെ മുങ്ങൽ വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് പരിശോധന നടത്തണമെന്ന് ആലോചിക്കുക. 2 ദിവസങ്ങൾക്കകം തിരച്ചിൽ വീണ്ടും തുടങ്ങുമെന്നായിരുന്നു വെള്ളിയാഴ്ച കർണാടക ചീഫ് സെക്രട്ടറി അറിയിച്ചിരുന്നത്. എന്നാൽ അനുകൂലമായ കാലാവസ്ഥയിൽ തിരച്ചിൽ വൈകിപ്പിക്കരുതെന്ന് അർജുൻ്റെ കുടുംബം ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് തത്സമയം ചേരുകയാണ്. അരുൺ, യഥാർത്ഥത്തിൽ ചൊവ്വാഴ്ച തന്നെ തെരച്ചിൽ തുടങ്ങുമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിനൊരു മാറ്റം വരാൻ എന്താണ് കാരണം? SKN ഇതിലിപ്പോഴും എപ്പോൾ ഈ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും അതിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച മഞ്ചേശ്വരം MLA ആയിട്ടുള്ള AK മഷറഫ് ബംഗളൂരുവിലെത്തുകയും
കർണാടക ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ ഷിരൂരിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചുമതല നൽകിയിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ വെച്ചാണ് 2 ദിവസത്തിനകം ഈ തെരച്ചിൽ പുനരാരംഭിക്കാനാകുമെന്ന് ഉറപ്പ് നൽകിയത്. അങ്ങനെയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ ഈ തെരച്ചിൽ വീണ്ടും തുടങ്ങേണ്ടതാണ്. നിലവിൽ നമുക്ക് ഒടുവിലായി ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ചൊവ്വാഴ്ച അവർ വീണ്ടും ഈ പുഴയുടെ അടിയൊഴുക്ക് പരിശോധിക്കും. ഈ അടിയൊഴുക്ക് അനുകൂലമായാൽ മാത്രമേ ഈ തിരച്ചിൽ പുനരാരംഭിക്കുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തൂ എന്നതാണ് ഇപ്പോൾ നിലവിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. നേരത്തെ കഴിഞ്ഞ ദിവസം 4.5 ആയിരുന്നു ആ പുഴയിലെ 4.5 നോട്ട്സ് ആയിരുന്നു പുഴയിലെ അടിയൊഴുക്ക്. നിലവിൽ ഇപ്പോൾ ബന്ധപ്പെടുമ്പോൾ കളക്ടർ പറയുന്നത് 5 നോട്ട്സിലേക്ക് അത് മാറിയിട്ടുണ്ട്. 3 നോട്ട്സായി കുറഞ്ഞാൽ മാത്രമേ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്കും അതോടൊപ്പം തന്നെ അവിടെയുള്ള പ്രാദേശിക മുങ്ങൽ വിദഗ്ധർക്കും ഇതുമായി ബന്ധപ്പെട്ട് പുഴയിൽ ഇറങ്ങി തെരച്ചിൽ നടത്താനാകൂ എന്നതാണ് ജില്ലാ കളക്ടർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചൊവ്വാഴ്ച ഇത് പരിശോധിക്കുന്നതിന് മുമ്പ് ഇത് 3 നോട്ട്സിലേക്ക് കുറയാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നതാണ് വിദഗ്ധർ പറയുന്നത്. മഴ മാറി നിന്നാൽ പോലും ഒരു ദിവസം കൊണ്ട് പുഴയിലെ അടിയൊഴുക്ക് 2 നോട്ട്സ് കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ചൊവ്വാഴ്ചയുള്ള പരിശോധനയിൽ നമുക്ക് അനുകൂലമായ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയാണ് അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യമുള്ളവർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ തിരച്ചിൽ വൈകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ കർണാടക സർക്കാരോ എപ്പോൾ തുടങ്ങുമെന്ന് കൃത്യമായി സ്പെസിഫിക്കായി പറയുന്നില്ല എന്നതാണ് ഇതിൽ കാണേണ്ട ഒരു കാര്യം. അർജുന്റെ കുടുംബം നിരന്തരമായി ഇന്നും ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഉടൻ പുനരാരംഭിക്കണം, അത് വൈകിപ്പിക്കരുത് എന്ന് അവർ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിൻ്റെയൊക്കെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഇത് പുനരാരംഭിക്കുമെന്ന ഒരു ഉറപ്പ് നൽകുക മാത്രമാണോ എന്ന സംശയം പോലും ഇപ്പോൾ പ്രകടിപ്പിക്കേണ്ടി വരും. എന്തായാലും ഒരു അന്തിമ തീരുമാനം ഇതിൽ ഉണ്ടാവുന്നില്ല, അത് വൈകുന്നു എന്നതാണ് നിലവിലെ റിയാലിറ്റി. എസ്കെ അരുൺ പോപ്പറമ്പയാണ് ബംഗളൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഷിരൂരിൽ വളരെ പെട്ടെന്ന് തെരച്ചിൽ ആരംഭിക്കണം. പ്രത്യേകിച്ച് എങ്കാവലി പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞു നിൽക്കുന്നു, മഴ മാറി നിൽക്കുന്നു. ചൊവ്വാഴ്ച തന്നെ തെരച്ചിൽ നടക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. റഫീഖ് പറയുന്നു, അദ്ദേഹം പറയുന്നു എസ്കേന് ഏത്തക്കൊല ഭയങ്കര വിലയാണ്, ഓണത്തിനും ഏത്തക്കൊല കുറവായിരിക്കും, ശർക്കര വരട്ടിയും ചിപ്സും ഭയങ്കര വിലയ്ക്ക് ആളുകൾ വാങ്ങേണ്ടി വരും. കാര്യം ഇക്കാര്യത്തിൽ റഫീഖ് ഒരു എക്സ്പെർട്ടാണ്, കാരണം അദ്ദേഹത്തിൻ്റെ ചിപ്സ് കച്ചവടമാണ് എന്ന് പറയുന്നു. ഓണം വരാൻ ഈ ദിവസങ്ങളുണ്ടല്ലോ, നമുക്ക് അന്ന് നോക്കിയാൽ പോരെ. എന്തായാലും ബംഗ്ലാദേശിലെ ന്യൂസ് എന്താ വരുന്നില്ല, ഒരു ചാനലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഇക്കാര്യം നമ്മൾ അന്വേഷിക്കാം. ന്യൂസൊക്കെ കൃത്യമായിട്ട് കുറേയൊക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യമുണ്ട്. അബ്ദുൽ സമദ് എൻ്റെ മെസ്സേജ് ഒന്നും ഇതുവരെയും വായിച്ചിട്ടില്ല എന്ന് പറയുന്നു. കാമ്പുള്ള മെസ്സേജ് അയച്ചാൽ മതി സമദേ, നമുക്ക് നോക്കാവുന്ന കാര്യമുള്ളൂ. ഇനി മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി നമ്മൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കി ചിന്നക്കനാലാണ്, എക്സാക്ട്ലി പറഞ്ഞാൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് ഇടുക്കി ചിന്നക്കനാലിലെ RRT പ്രവർത്തിക്കുന്നത്. കാട്ടാനശല്യം രൂക്ഷമാണെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരോ അടിസ്ഥാന സൗകര്യങ്ങളോ ഈ ചിന്നക്കനാൽ ലഭ്യമല്ല എന്നാണ് ഞങ്ങളുടെ കട്ടപ്പന ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കാട്ടാന ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് വർദ്ധിച്ചതോടെയാണ് വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി ചിന്നക്കനാലിൽ പ്രത്യേക RRTയെ നിയോഗിച്ചത്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ആദ്യ വാരത്തോടുകൂടി വനം വകുപ്പിന്റെ തന്നെ പഴയൊരു കെട്ടിടത്തിൽ അത് പ്രവർത്തനവും തുടങ്ങി. പിന്നീട് ഇപ്പോൾ എന്താണ് ആ RRTയുടെ അവസ്ഥ ഒന്ന് പരിശോധിച്ചു നോക്കാം. ചിന്നക്കനാൽ RRTയിൽ സ്ഥിരമായി ഒരു ജീവനക്കാർ പോലും 4 മാസമായിട്ടുമില്ല. 6 സ്ഥിരം വനം വകുപ്പ് ജീവനക്കാരും ആവശ്യത്തിന് താൽക്കാലിക വാച്ചർമാരെയുമാണ് നിയമിക്കേണ്ടത്. ദേവികുളം റേഞ്ചിലെ വിവിധ സെക്ഷനിൽ നിന്നും വർക്കിംഗ് അറേഞ്ച്മെന്റിൽ നിയമിച്ചിരിക്കുന്ന 4 ജീവനക്കാർ മാത്രമാണ് ചിന്നക്കനാൽ RRTയിലുള്ളത്. പരിചയസമ്പന്നരായ വാച്ചർമാരുണ്ടെന്നത് മാത്രമാണ് ആശ്വാസം. ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് ഓഫീസ്. രാത്രിയും പകലും ജോലി ചെയ്യുന്ന ഇവർക്ക് ആവശ്യത്തിനുള്ള ശുചിമുറി പോലും ഇവിടെയില്ല. അനുവദിച്ച വാഹനത്തിന് ഇന്ധനം നിറയ്ക്കാനും ഫണ്ടില്ല. ഇതുപോലെ കാട്ടാനയുടെ ഒരു ശല്യം ഉണ്ടാകുന്ന ഒരു സമയത്ത് ഇതുപോലെ ഇവരൊരു RRT ടീമിനെ തല്ലിക്കുട്ടി വിട്ടേക്കുന്നതാണ്. ഇതുവരെ അറിയാൻ സാധിച്ച RRT ടീം ഇവിടെ നിലവിൽ പ്രവർത്തനമില്ല. എങ്കിൽ ഫോറസ്റ്റിന്റെ വിവിധ വകുപ്പുകളിൽ നിന്ന് ഒരേ ടീമിനെ തെരഞ്ഞെടുത്ത് ഒരു RRT ടീം എന്നും പറഞ്ഞ് ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ അവർ നടത്തുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു പടക്കം മേടിക്കാനുള്ള പൈസ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് അവർ നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ശക്തിയുള്ള ഒരു RRTനെ ഇവിടെ വിനിയോഗിച്ചാൽ മാത്രമാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഒരു സ്ഥലത്തിറങ്ങുന്ന കാട്ടാനകളെ ഓടിക്കാൻ മാത്രമാണ് ഇപ്പോഴുള്ള ടീമിന് സാധിക്കുക. മറ്റൊരിടത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യും? നിസ്സഹായരായി നിൽക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ആനകൾ എവിടെയുണ്ട് എന്നത് വാട്സപ്പ് ഗ്രൂപ്പ് വഴി കൃത്യമായി അറിയിക്കുന്നുണ്ട്. അതൊരു പരിധിവരെ നാട്ടുകാർക്ക് ആശ്വാസകരമാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ ഒരു മാസം കുറഞ്ഞത് 15,000 രൂപയുടെ പടക്കമെങ്കിലും വേണം. ഇതിനുവേണ്ടി
നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയാണ് വനപാലകർക്ക്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഇനി നമ്മൾ കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്ക് കടക്കുന്നു. കേസ് ഡയറി. ആലപ്പുഴയിൽ നിന്നാണ് ഇന്ന് രാവിലെ നടുക്കുന്ന വാർത്ത വന്നത്. തകഴി കുന്നുമലിൽ നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചിട്ടു എന്ന വിവരം സമൂഹ മനസാക്ഷി ഇന്ന് പകൽ ഞെട്ടിച്ചു. കൊല്ലനാടി പാടശേഖരത്തിൻ്റെ തെക്കേ ബണ്ടിന് സമീപം നടത്തിയ പരിശോധനയിലാണ് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെടുത്തത്. മാതാവിൻ്റെ ആൺസുഹൃത്തുൾപ്പെടെ 2 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. വല്ലാത്ത നടുക്കമുണ്ടാക്കിയ ഒരു വാർത്തയാണ് ഇന്നത്തെ വാർത്താ പകലിൽ നമ്മൾ കണ്ടതും കേട്ടതും. പൂച്ചാക്കൽ സ്വദേശിനിയായ യുവതി പ്രസവിച്ച നവജാത ശിശുവിനെ കാമുകനും സുഹൃത്തും ചേർന്ന് കുഴിച്ചിട്ടു എന്ന വാർത്ത ഞെട്ടലോടെയാണ് നാടിന്ന് കേട്ടത്. രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് പെൺകുട്ടി ആശുപത്രിയിലെത്തിയതോടെയാണ് നാടിനെ ഞെട്ടിച്ച സംഭവം പുറത്തറിഞ്ഞത്. കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചുവെന്നാണ് പെൺകുട്ടി ആദ്യം മൊഴി നൽകിയത്. മൊഴിയിലെ വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ തന്റെ ആൺസുഹൃത്തിന് കൈമാറിയെന്ന് യുവതി മൊഴി നൽകി. ഇന്നലെ രാത്രി ആൺസുഹൃത്ത് തോമസ് ഔസേബ്, സഹായി അശോക് എന്നിവരെ പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 1-ാം പ്രതിയായ തോമസ് ഔസേപ്പാണ് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തത്. നവജാത ശിശുവിൻ്റേത് കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ. അത് അറിയില്ല, നമുക്ക് തീരുമാനിക്കുന്ന സമയമായിട്ടില്ല. ആയിരുന്നു കുഴിച്ചിട്ട തന്നെ. അതെ അതെ, അയാൾ തന്നെ കാണിച്ചത്. അതെ, നമ്മളുടെ ഒരു അസംഷനിൽ ഒരു മോർ ദാൻ 2 days എന്തായാലും ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് 2 പേര് കസ്റ്റഡി ഉണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് കുട്ടി എങ്ങനെയാണ് മരിച്ചതെന്ന് വ്യക്തമാകുക. കുട്ടിയുടെ അമ്മ പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഈ മാസം 7-ാം തീയതിയാണ് പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയത്. മൃതദേഹത്തിന് 2 ദിവസത്തിലധികം പഴക്കമുള്ളതായി SP വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ അമ്മയെ അടക്കം പ്രതിയാക്കിയാകും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക. പ്രതികളുടെ അറസ്റ്റ് ഇന്ന് രാത്രി രേഖപ്പെടുത്തും. കൊല്ലനാടി പാടശേഖരത്തിന്റെ തെക്കേക്കരയിലെ ബണ്ടിന് സമീപത്തു നിന്നാണ് നവജാത ശിശുവിന്റെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ പോലീസ് കണ്ടെത്തിയത്. കുട്ടിയുടേത് സ്വാഭാവിക മരണമാണോ കൊലപാതകമാണോ എന്ന വിവരമാണ് ഇനി അറിയാനുള്ളത്. ഷിബിൻ ബഷീറിനൊപ്പം ശ്യാംകുമാർ, 24 ആലപ്പുഴ. നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെടുത്തതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോഴും തകഴിയിലെ ജനങ്ങൾ. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് കടന്നില്ല. നേരത്തെ ഇങ്ങനെ ഓരോരുത്തർക്കും കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. നല്ല ഭയമായിപ്പോയി. ഈ കുന്നുമേ തന്നെ ഇത്ര സംഭവം നടന്നല്ലോ എന്നുള്ളൊരു ഭയത്തിലാണ്. ഞെട്ടിപ്പോയി ഞാൻ. ഇപ്പം തകഴി പ്രദേശത്തുള്ള സാമാന്യം നല്ല ചെറുപ്പക്കാരനാണ്. ചൂണ്ടയിടയിലും മറ്റേ രാത്രി മീൻപിടുത്തമായിരുന്നു എൻ്റെ ജോലി. ഇങ്ങനെ നടക്കും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പയ്യനായിപ്പോയി. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. കൊച്ചി BOT പാലത്തിൽ നിന്ന് ഒരു യുവാവ് കായലിലേക്ക് എടുത്തു ചാടി. തങ്ങൾ നഗർ സ്വദേശി സഫ്രാനാണ് കായലിലേക്ക് ചാടിയിട്ടുള്ളത്. പോലീസും ഫയർഫോഴ്സും അവിടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്പോട്ടിൽ നിന്ന് നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരുന്നു. നിതിൻ അംബുജൻ, എന്താണ് കാരണം ഇങ്ങനെയൊരു കായലിലേക്ക് എടുത്തിയാടി? വല്ല ആത്മഹത്യാ ശ്രമം വല്ലതുമാണോ? എന്താ കാരണം? സഫ്രാന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ 3.5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടിയാണ് കൊച്ചി BOT പാലത്തിൽ നിന്ന് 19 വയസ്സുകാരനായ സഫ്രാൻ, തങ്ങൾ നഗർ സ്വദേശിയാണ്, സഫ്രാൻ കായലിലേക്ക് ചാടിയത്. ആത്മഹത്യാ ശ്രമം ആണെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാസേനയും സ്കൂബ ടീം അടക്കമുള്ള സംഘം ഇപ്പോൾ ഇവിടെ പരിശോധന നടക്കുന്നുണ്ട്. 3 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഈ തിരച്ചിൽ ആരംഭിച്ചിട്ട്. എന്തായാലും ഈ സഫ്രാൻ കായലിലേക്ക് ചാടുന്നതിന് മുമ്പ് തന്നെ സുഹൃത്തുക്കൾക്ക് വീഡിയോ സന്ദേശം അയച്ചിരുന്നു. താൻ മരിക്കാൻ പോകുന്നു എന്ന് അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് സഫ്രാൻ ഇത്തരത്തിൽ കായലിലേക്ക് ചാടിയത്. എന്തായാലും തിരക്കുള്ള സമയമായിരുന്നു. ആളുകൾ ഇതുവഴി കടന്നു പോകുമ്പോൾ സഫ്രാൻ ഇങ്ങനെ കായലിലേക്ക് ചാടുന്നത് എന്തായാലും ഇവിടുത്തെ നാട്ടുകാർ കണ്ടിരുന്നു. പക്ഷേ തടയാൻ ശ്രമിച്ചെങ്കിലും ആ സമയത്തേക്കും സഫ്രാൻ കായലിലേക്ക് ചാടിയിരുന്നു. എന്തായാലും സഫ്രാന്റെ ഒരു കൂട്ടുകാരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. സഫ്രാൻ വിളിച്ചിരുന്നോ ഇങ്ങനെ ചാടുന്നതിന് മുമ്പ്? വിളിച്ചിട്ടുണ്ടായി. ഫോണിലാണ് വിളിച്ചത്. ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഫോൺ തരാം, ഞാൻ പാലത്തിലുണ്ട്, എനിക്ക് മതിയായി ചാടാൻ പോണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും എന്നിട്ട് അവൻ തന്നെ ഫോൺ കട്ട് ചെയ്യണമായിരുന്നു.
തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഒരു കൂട്ടാനും കൂടി വന്നതാണ്. സഫ്രാൻ കഴിഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഒറ്റപ്പെടലാണ്, ഭയങ്കര ഒറ്റപ്പെടലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ലോ. 2 ദിവസം മുമ്പ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായി. എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ടോ പോയിട്ട് തിരിച്ചു വന്നേണെന്നൊക്കെ പറയണ്ടായി. വീട്ടിലെന്തോ ഇതൊക്കെ ഉണ്ടായിട്ട്. അല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല. നിങ്ങൾ വരുമ്പോഴേക്കും സഫ്രാൻ ചാടിയിരുന്നത്? ഇവിടെ ഞങ്ങൾ വരുമ്പോഴത്തേക്കും സഫ്രാൻ ചാടി. എന്തായാലും വലിയ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു, അതുകൊണ്ട് താൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂട്ടുകാർക്ക് അത്തരം സന്ദേശം അയച്ചതിന് ശേഷമാണ് സഫ്രാൻ ഇങ്ങനെ കായലിലേക്ക് ചാടിയത്. എന്തായാലും പോലീസും ഫയർഫോഴ്സ് സംഘമെല്ലാം തന്നെ ഇവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. രാത്രി ഏറെ വൈകും ഒരുപക്ഷെ തിരച്ചിൽ നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം സന്ധ്യ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തിരച്ചിൽ അടിയൊഴുക്കുള്ള സ്ഥലമാണ്. മാത്രമല്ല തിരച്ചിൽ ദുഷ്കരമാകും. അതുകൊണ്ട് സാധ്യമായ സമയത്തെല്ലാം തന്നെ ഇങ്ങനെ ഒരു തിരച്ചിൽ നടത്തുമെന്നാണ് ഇപ്പോൾ അഗ്നിരക്ഷാ സേന അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. എന്തായാലും ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ സംഭവശേഷം നാട്ടുകാരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളി അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു തിരച്ചിൽ ശക്തമാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ അഗ്നി സേന ഭാഗത്തും പോലീസിന്റെ ഭാഗത്തും നടക്കുന്നത്. കൂടുതൽ സ്കൂബ ടീം അംഗം ഇവിടെ എത്തി തിരച്ചിൽ ശക്തമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ആത്മഹത്യാ ശ്രമം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം വിവരങ്ങൾ തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. SKN. ഓക്കെ, നിതിൻ പൂജനാണ് കൊച്ചി BOT പാലത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ഈ പാലത്തിൽ നിന്നാണ് 19കാരൻ കായലിലേക്ക് എടുത്തു ചാടിയത്. പ്രാഥമിക അന്വേഷണത്തിൽ അത് ആത്മഹത്യാ ശ്രമം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനിയും അദ്ദേഹത്തിനെ കണ്ട ആ പയ്യൻസാണ് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദിലീപ് ആൻഡ്രൂസ് ചോദിക്കുന്നത് SKN കാഥികൻ എവിടെ, ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇനി ആഷ്മി താജ് ഇബ്രാഹിമിനെയാണോ, അദ്ദേഹത്തിൻ്റെ കഥാകഥനം ആണെന്നാണോ താങ്കൾ കരുതുന്നത്? എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇൻട്രോമായി അദ്ദേഹം വരും. 7:30 ആകുമ്പോൾ ഇന്ന് ആഷ്മി താജ് ഇബ്രാഹിം എൻകൗണ്ടർ പ്രൈമിൽ വരുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. വിരമിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സംസ്ഥാനത്തെ അംഗനവാടി ജീവനക്കാർ വല്ലാത്ത വിഷമത്തിലാണ്. 2023-ലും 24-ലും വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുന്നു. അവർ ഇനിയും ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെങ്കിൽ പ്രത്യക്ഷമായ സമരത്തിനിറങ്ങാനാണ് ഇവരുടെ ലക്ഷ്യം, പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. 2023-24 വർഷങ്ങളിൽ വിരമിച്ച 3000-ഓളം വരുന്ന അംഗനവാടി ജീവനക്കാരുടെ പെൻഷൻ തുകയാണ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നത്. പെൻഷൻ തുക മുടങ്ങിയതോടെ വലിയ പ്രതിസന്ധിയിലാണ് ഈ വൃദ്ധർ. മിച്ചം പിടിച്ചാൽ നമുക്കൊരു സമ്പാദ്യം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നെങ്കിലും എടുത്ത് നമുക്ക് മരുന്നോ നമ്മുടെ ദൈനംദിന ജീവിത കാര്യങ്ങളോ നടത്താം. ഇപ്പോൾ അതും ഒന്നുമില്ല. ഈ പെൻഷനും ഇല്ലാതെ നമ്മുടെ ജീവിതം ആകെ വഴിമുട്ടി നിൽക്കുന്ന ഒരു. അംഗനവാടി ടീച്ചർമാർക്ക് 2500 രൂപ വീതവും സഹായികൾക്ക് 1500 രൂപ വീതവുമാണ് പെൻഷൻ. 2023-ൽ 1950 പേരും 2024-ൽ 2285 പേരുമാണ് വിരമിച്ചത്. ഇവരുടെ പെൻഷൻ തുക വിരമിച്ച മാസങ്ങൾ പിന്നിടുമ്പോഴും ത്രിശങ്കുവിലാണ്. ശമ്പളമായി ലഭിച്ച തുകയിൽ നിന്ന് മാസം 500 രൂപയോളം ക്ഷേമനിധി ഫണ്ടിലേക്ക് ഈടാക്കിയിരുന്നു. എന്നാൽ പെൻഷൻ നൽകുന്ന കാര്യത്തിൽ മാത്രം സർക്കാരിന് കൃത്യതയില്ല. 62-ന് മേൽ പ്രായവും അനാരോഗ്യവും ശാരീരിക അവശതകളും അനുഭവിക്കുന്ന മുൻ അംഗനവാടി ജീവനക്കാർക്ക് പെൻഷൻ തുക മാത്രമാണ് ആശ്വാസം. തുച്ഛമായ പെൻഷൻ വരുമാനം മുടങ്ങിയതോടെ വലിയ പ്രതിസന്ധിയിലാണ് ഇവർ. നമ്മൾ 2023 ഏപ്രിൽ 30-ന് പിരിഞ്ഞതാണ്. പക്ഷെ ഇന്ന് വരെ നമുക്ക് യാതൊരു വിധമായ നമ്മൾ അടച്ച ക്ഷേമനിധിയുടെ പൈസയോ മറ്റൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം 15 മാസത്തെ പെൻഷനായി 35,000 രൂപയ്ക്ക് പുറത്ത് നമുക്ക് കിട്ടാനുണ്ട് പെൻഷൻ മാത്രം. ഇവരെ ക്ഷേമ പെൻഷന് പരിഗണിക്കാമെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും അതും ഉണ്ടായില്ല. 40 വർഷത്തോളം കാലം സ്വന്തം കുട്ടികളെ പോലും നോക്കാതെ ജോലി ചെയ്തിട്ടും സർക്കാർ പരിഗണിക്കാത്തതിലെ വിഷമം ഇവർ മറച്ചു വെക്കുന്നില്ല. ഞങ്ങളുടെ ക്ഷേമനിധി വിഹിതം പിടിക്കുന്നതിൻ്റെ കൂടെ സർക്കാർ ഒരു വിഹിതം ഇടും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് വരെ ഞങ്ങൾക്ക് ആ സർക്കാരിൻ്റെ ഒരു വിഹിതം കിട്ടിയിട്ടില്ല. അപ്പോൾ നേരത്തെ ഇറങ്ങിയിട്ടുള്ള ടീച്ചർമാർ പറയുന്നത് സർക്കാരിൻ്റെ ഒരു വിഹിതമില്ല, നമ്മൾ അടച്ച പൈസ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതും ഇറങ്ങിയിട്ടുള്ളവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. 2016-ന് ശേഷം ഇങ്ങോട്ട് 6 മാസത്തിൽ കൂടുതൽ ലോസ് ഓഫ് എ ലീവ്, അതായത് ശമ്പളം ഇല്ലാത്ത ലീവ് എടുത്തിട്ടുള്ളവർക്ക് പെൻഷൻ അർഹതയില്ല എന്നാണ് പറയുന്നത്. അത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ ബാധകമാവുന്ന ഒരു കാര്യമാണ്. കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇവരുടെ ജോലി. വിവിധ സർവേകൾ, ആരോഗ്യവകുപ്പ് ജോലികൾ, വയോജക ഭിന്നശേഷി ക്ഷേമം തുടങ്ങി നിരവധി ചുമതലകളാണ് ചെറിയ വരുമാനത്തിൽ ഇവർ ചെയ്തിരുന്നത്. അതേസമയം സർക്കാർ ഫണ്ടിൽ തുകയില്ലെന്നും ധനവകുപ്പിൽ നിന്ന് തുക അനുവദിച്ചിട്ടില്ലെന്നുമാണ് അധികൃതർ അനൌദ്യോഗികമായി നൽകുന്ന മറുപടി. ഒരു ജീവിതകാലം മുഴുവൻ കുഞ്ഞുങ്ങളെ താലോലിച്ച അമ്മമാർക്കാണ് വാർദ്ധക്യകാലത്ത് പെൻഷൻ തുകയ്ക്ക് വേണ്ടി അധികാരികൾക്ക് മുന്നിൽ ഇങ്ങനെ കൈനീട്ടേണ്ടി വരുന്നത്. ഇത്തരം മനുഷ്യരെ കൂടി കാണാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണം. വിജയശങ്കർ, 24, കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ.
തുച്ഛമായ പെൻഷൻ തുകയ്ക്ക് വേണ്ടി ഇവർ സമരത്തിലിറങ്ങേണ്ട അവസ്ഥ സംജാതമായിരിക്കുന്നു. ഈ അംഗനവാടി ജീവനക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഞാൻ 38 വർഷം അംഗൻവാടി സേവനം അനുഷ്ഠിച്ചതാണ്. ഏറെ പങ്കും കെട്ടിടമില്ലാതെ സ്വന്തം കയ്യിൽ നിന്ന് വാടക കൊടുത്ത് കെട്ടിടത്തിലായിരുന്നു കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. എന്നിട്ട് ഇപ്പം പെൻഷനായപ്പോൾ തുച്ഛമായ പൈസ എനിക്ക് കിട്ടി. ഞാൻ 21 ഇറങ്ങി. കിട്ടിയെങ്കിലും ഇപ്പം കറക്റ്റ് പെൻഷൻ കിട്ടുന്നില്ല. 6 മാസം കൂടുമ്പോൾ 2 മാസത്തെ പെൻഷനാണ് തരുന്നത്. ഒന്നുകിൽ ESI അനുവദിച്ച് തരിക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ കൂട്ടിത്തരിക. ഒരു 5000 രൂപയെങ്കിലും പെൻഷൻ ഞങ്ങൾക്ക് തന്നേ പറ്റൂ. ഞങ്ങൾക്ക് മരുന്നെങ്കിലും വാങ്ങിച്ചാൽ മതി. ഓണത്തിന് ഒരു അലവൻസ് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. സർക്കാർ അതും ഇപ്പം നിർത്തി വെച്ചേക്കാണ്. പിന്നെ ഞങ്ങൾക്ക് ഗ്രാറ്റുവിറ്റി അനുവദിച്ചാണ് കേന്ദ്ര സർക്കാർ എന്നല്ല, ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം ശരിവെച്ച കാര്യമാണ്. അപ്പം നമ്മുടെ സംസ്ഥാന സർക്കാരിന് അതറിയാം. സർക്കാരിന് പേപ്പറും കിട്ടിയതാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ അതിന് വേണ്ടി ഒരു കാര്യവും ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ ഗ്രാറ്റുവിറ്റി എന്തുമായാലും ഞങ്ങൾക്ക് കിട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. മൊത്തത്തിൽ അവഗണനയാണ്. എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല. ഞാൻ വീട്ടിൽ കിടന്ന് എൻ്റെ മക്കളോട് യാചിച്ച് പൈസ വാങ്ങിച്ചാണ് ഞാൻ മരുന്ന് വാങ്ങിക്കുന്നത്. 2500 രൂപ പ്രതിമാസം കിട്ടും. അത് മരുന്നിന് തികയത്തില്ല. മരുന്ന് വാങ്ങിക്കാനെങ്കിൽ എനിക്ക് ഇച്ചിരി പൈസ കൂട്ടി കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. നിഷ പറയുന്നു, 19 വയസ്സൊരു അച്ഛനും അമ്മയും എത്ര ബുദ്ധിമുട്ടിയായിരിക്കും ഇവരെയൊക്കെ വളർത്തുക. ഈ BOT പാലത്തിൽ നിന്ന് യുവാവ് കായലിലേക്ക് ചാടിയ കാര്യം പറഞ്ഞാണ്. സ്നേഹമില്ലാത്ത മക്കൾ, നമ്മളതൊന്ന് പറഞ്ഞിട്ട് കാര്യം. ഇതൊക്കെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നൗഷാദ് പറഞ്ഞ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ് വാർത്താ ചാനലുകളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ യഥാർത്ഥ കാര്യം 24 അന്വേഷിച്ച് പറയണം. ഈ പെട്ടെന്ന് 24 അന്വേഷണത്തിൽ മുല്ലപ്പെരിയാറിൽ ഒരു ഭീഷണി നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. പക്ഷേ മുല്ലപ്പെരിയാർ പഴയ ഒരു ഡാമാണ്, വളരെ പഴയ ഒരു ഡാമാണ്. അത് പുതുക്കി പണിയുക തന്നെ വേണം. അപ്പോൾ നമ്മൾ അനാവശ്യമായ ഭീതി അതേസമയം പരത്താതിരിക്കുന്നതാണ് നല്ലത്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ജോബ് PJയുടെ ഒരു സന്ദേശം അദ്ദേഹം പറഞ്ഞ് SKN തൈക്കളവ എന്നെ വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഒടുക്കത്തെ കൂടാതെ അടിപൊളി ഷർട്ടും പാൻറ്റും കൂടാതെ പൊളി മേക്കപ്പും ഇതൊക്കെ ഒന്ന് കുറയ്ക്കും. ഞങ്ങൾക്കും വീട്ടിൽ പിടിച്ചു നിൽക്കണം. പെണ്ണുപിള്ള പറയുന്നു ഇയാടെ കൂട്ട് നടന്നുകൂടെ എന്ന്. താങ്കളെ ശ്രമിച്ചു നോക്ക്. എന്തായാലും കുറച്ച് പുട്ടിയൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് ചെയ്ത് വീട്ടിൽ ഇരിക്കുക. അല്ല ഇപ്പം എന്താ ചെയ്യുക. നമ്മളിനി ആർപ്പൂക്കരയിലേക്കാണ് പോകുന്നത്. മഴ മാറിയാലും വെള്ളമിറങ്ങാത്തതിനാൽ ദുരിതത്തിലാണ് കോട്ടയം ആർപ്പൂക്കരയിലെ ജനങ്ങൾ. ആർപ്പൂക്കര പഞ്ചായത്തിലെ 14-ാം വാർഡിലാണ് 4 തോട് താമസിക്കുന്ന ആളുകൾ വർഷം മുഴുവൻ ഈ വെള്ളത്തിലാകുന്നതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത്. ഈ വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 5 തവണയാണ് പ്രളയസമാനമായ അവസ്ഥയിലൂടെ ഈ പ്രദേശം കടന്നുപോയത്. മഴ ശക്തമായാൽ ജലനിരപ്പ് ഉയർന്ന് വെള്ളം കയറും. 4 പ്രദേശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട 4 തോട്ടിലേക്ക് പിന്നെ എത്തണമെങ്കിൽ പെടാപ്പാട് പെടണം. സ്കൂളിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ, ജോലിക്ക് പോകേണ്ട മുതിർന്നവർ എല്ലാവരും ഇങ്ങനെ വെള്ളത്തിലിറങ്ങി കിലോമീറ്ററുകൾ നടക്കണം. അത്യാവശ്യത്തിന് ആശുപത്രിയിലെത്താൻ പോലും സാധിക്കാത്ത അവസ്ഥ. കുറച്ചൊക്കെ മിക്കവാറും ഞങ്ങൾ തന്നെയാണ് കൂടുതലും സഹായിക്കുന്നതല്ല. ഇടയ്ക്ക് പഞ്ചായത്തിന് കുറച്ച് ഫണ്ട് കിട്ടിയതുകൊണ്ട് കുറച്ചൊക്കെ പണിതിട്ടുണ്ട്. അതൊന്നും പൂർണ്ണമായ ഫലപ്രാപ്തി ഞങ്ങൾക്ക് എത്തിയിട്ടില്ല. 2 വശം, ഈ ഒരു വശം മാത്രം ഒരു 10-100 മീറ്റർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതും വെള്ളപ്പൊക്കത്തിൽ കയറും. അത് ഞങ്ങൾക്ക് മുട്ടിന് താഴെ മുകളിലുള്ളത് ഞങ്ങൾക്ക് നീന്തിപ്പോവാം. എനിക്കിപ്പോൾ 62 വയസ്സ് കഴിഞ്ഞു. എനിക്ക് ഓർമ്മ കച്ചാലം മുതൽ ഈ സംഭവിക്കുന്നത് തന്നെയാണ്. കൃഷിയിടങ്ങൾക്ക് ചുറ്റും ബണ്ട് നിർമ്മിച്ചാൽ ഒരു പരിധിവരെ വെള്ളം കയറുന്നത് തടയാനാകും. എന്നാൽ ആവശ്യം അധികാരികളെ അറിയിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ല. വഴി ഉയർത്തണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല. ഞങ്ങൾ 200 കുടുംബങ്ങളും ഒപ്പിട്ട് ഒരു മെമ്മോറാണ്ടം നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. മന്ത്രി അത് അനുമതി കൊടുത്തുകൊണ്ടൊരു ഇത് നമ്മുടെ ജില്ലയിലേക്ക് എഞ്ചിനീയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം നടന്ന് പോയതല്ലാതെ അതിൻ്റെ ഫയൽ ഇതുവരെ നീങ്ങിയിട്ടില്ല. ഏതാണ്ട് 3 പാടശേഖരങ്ങളുണ്ട്. 130 പാടം, നാഗപ്പള്ളിയാൽ പാടശേഖരം, തൃക്കണാങ്കേരി. ആ പാടശേഖരങ്ങളെ കൃഷി ചെയ്യാനുള്ള അവസ്ഥയുണ്ടാകും. ഏതാണ്ട് 500ഓളം ഏക്കർ കരഭൂമി നെല്ലും കപ്പയും വാഴയുമൊക്കെ കൃഷി നശിച്ച് കിടക്കുകയാണ്. അതിനും ഒരു പരിഹാരമാകുന്നൊരു വലിയ പദ്ധതിയാണത്. വെള്ളം കയറുന്നത് പതിവായതോടെ പലരും വീടുപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് ചേക്കേറുന്നതായും നാട്ടുകാർ പറയുന്നു. മഴ മാറി വെയിലുദിച്ചാലൊന്നും ഈ നാട്ടിലെ ദുരിതം അവസാനിക്കില്ല. അതിന് അധികാരികളുടെ കണ്ണുകൾ തുറക്കുക തന്നെ ചെയ്യണം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ.
വയനാടിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ തർക്കം കൊച്ചിയിലാണ്. വയനാട് സഹായനിധി സമാഹരണത്തിന് എറണാകുളം സൗത്തിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന ഒരു ജനകീയ തട്ടുകടയുണ്ട്. അതിനെതിരെ BJP രംഗത്ത് വന്നു എന്നാണ് പരാതി പറയുന്നത്. ലൈസൻസ് ഇല്ലാതെയാണ് ഈ തട്ടുകട പ്രവർത്തിക്കുന്നത് എന്നാണ് കൊച്ചി കോർപ്പറേഷനിലെ BJP കൗൺസിലർ പത്മജ മേനോൻ ആരോപിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് അശ്വൻ പാലാഴി ടെലിഫോണിൽ ചേർന്നു. അശ്വൻ, ശരിക്കും ഒരിക്കലും ഈ കക്ഷി രാഷ്ട്രീയം കലർത്തിക്കൂടാത്ത ഒരു സംഭവമാണ് വയനാട്ടിലെ ദുരന്തം. എന്നാൽ ഈ കാര്യത്തിലും കക്ഷി ഭേദമന്യേ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ വന്നോ? അങ്ങനെ തന്നെ പറയേണ്ടി വരും. വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് വീടുകൾ വെച്ച് നൽകുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അതിലേക്കുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് എറണാകുളം സൗത്തിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി ഒരു തട്ടുകട, ജനകീയ തട്ടുകട ഇന്നലെ ആരംഭിച്ചത്. അതിന് വലിയ പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയും ലഭിച്ചതാണ്. എന്നാൽ ഇന്ന് ഈ തട്ടുകട തുറക്കാൻ എത്തിയപ്പോഴാണ് BJP കൗൺസിലർ ഒരു പ്രതിഷേധവുമായി ഇവിടെ എത്തിയത്. ലൈസൻസ് ഇല്ലാതെ തട്ടുകട പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അങ്ങനെ പോലീസിനെയൊക്കെ വിളിച്ചൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. എന്തായാലും അത് വയനാട് ഒരു ദുരന്തബാധിത മേഖലയിലേക്കുള്ള സഹായമായതുകൊണ്ട് തന്നെ തട്ടുകട തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. BJPക്കെതിരെ കൂടുതൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. കൂടുതൽ തട്ടുകടകൾ പലയിടങ്ങളിലായി ജനകീയ തട്ടുകൾ ആരംഭിക്കാനും ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും നിയമപരമായി തന്നെ ഇതിനെതിരെ മുന്നോട്ട് പോകാനാണ് BJPയുടെ നിലവിലെ തീരുമാനം. BJPയുടെ കൗൺസിലറായ ഈ പത്മജ മേനോൻ നേരത്തെയും സമാനമായ വിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവർ BJPയുടെ മഹിളാ മോർച്ചയുടെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തൊക്കെ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. എന്തായാലും ഡിവൈഎഫ്ഐ ഇതിൽ നിന്ന് പിന്മാറാൻ നിലവിൽ തയ്യാറല്ല. ശേഖർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നദികളുടെ സ്വാഭാവിക ഒഴുക്കിനെ ബാധിക്കുന്ന രീതിയിൽ നദിക്ക് കുറുകെ ഒരു മണൽത്തിട്ട രൂപം കൊണ്ടാൽ അത് നീക്കേണ്ടതല്ലേ? ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കടലുണ്ടി അഴിമുഖത്ത് കൂറ്റൻ ഒരു മണൽത്തിട്ട രൂപപ്പെട്ടിട്ട് 3 കൊല്ലം കഴിയുന്നു. പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ട് കഴിഞ്ഞു. ഈ മണൽത്തിട്ട ഇതുവരെ നീക്കം ചെയ്യാൻ ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കടലുണ്ടി പാലത്തിന് സമീപം അഴിമുഖത്തിൻ്റെ ഭാഗത്താണ് മണൽത്തിട്ട രൂപപ്പെട്ടിരിക്കുന്നത്. വലിയ അളവിൽ മണലും ഒപ്പം തന്നെ മാലിന്യവും കുമിഞ്ഞുകൂടിയിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷമായി മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വള്ളമിറക്കാറില്ല. അപകട ഭീഷണി മൂലമാണ് ഇത്തരത്തിൽ വള്ളമിറക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നത്. ഏക്കർ കണക്കിന് മണലടിഞ്ഞാണ് മണൽത്തിട്ട രൂപപ്പെട്ടത്. പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടതിനാൽ വെള്ളമൊഴുകി കടലിലേക്ക് എത്തുന്നില്ല. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വിവിധ തോടുകളിൽ നിന്ന് വരുന്ന വെള്ളം പുഴയ്ക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. അപകട ഭീഷണി ഉള്ളതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വള്ളമിറക്കാതായിട്ട് വർഷങ്ങളായി. കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ബേപ്പൂർ, ചാലിയം, പരപ്പനങ്ങാടി തുറമുഖങ്ങളാണ് ഇവരിപ്പോൾ ആശ്രയിക്കുന്നത്. ഇതിവർക്ക് വലിയ ചിലവും വരുത്തുന്നുണ്ട്. 2 വർഷം മുൻപ് വള്ളം മണൽത്തിട്ടയിലിടിച്ച് അപകടത്തിൽപ്പെട്ട ഇവിടെ ഒരു മത്സ്യത്തൊഴിലാളിയും മരിച്ചിരുന്നു. ഒരു സാധനവും പുഴയിൽ നിന്ന് കിട്ടുന്നില്ല. മണൽത്തിട്ട അടഞ്ഞിട്ട് ഒന്നായിട്ട് മൂടി കിടക്കുക. അപ്പോൾ അതുകൊണ്ടിട്ട് മണൽത്തിട്ട ഒഴിവായി കിട്ടിയാൽ ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്കും പണിയെടുക്കാം. മരണം കഴിഞ്ഞാൽ പിന്നെ മീൻ കിട്ടില്ലല്ലോ. ഇതിപ്പോൾ ഈ മണൽ നിരോധനം വന്നില്ല, ഇവിടെ ഇടുക്കൽ നിർത്തി വെച്ചില്ലേ, അതിന് ശേഷം വന്ന മണൽത്തിട്ടകളാണിത്. എത്ര മണൽത്തിട്ട ഇവിടെ ഒന്നായിട്ടുള്ളൊരു തിട്ടതാ, അവിടെ വലിയ തിട്ട. മഴ ശക്തിയായാൽ ചെറുതുരുത്തി, ബാലാതിരുത്തി, പടന്ന, ആനയാറങ്ങാടി എന്നീ പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങും. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചെറിയ മഴയിൽ പോലും ഇവിടെ പ്രളയസമാനമായ സാഹചര്യമായിരുന്നു. യഥാസമയം മണൽ നീക്കാത്തതാണ് മണലടിഞ്ഞു ഇവിടെ ഭീമൻ കൂനയാകാൻ കാരണം. അഴിമുഖത്തിന്റെ 3/4 ഭാഗവും ഇപ്പോൾ തന്നെ മണൽത്തിട്ട വന്നു മൂടിയിട്ടുണ്ട്. വള്ളിക്കുന്ന് പഞ്ചായത്ത് അധ്യക്ഷയുടെ നേതൃത്വത്തിൽ മന്ത്രിയെ വരെ നേരിൽ കണ്ട് വിഷയം ധരിപ്പിച്ചിരുന്നു. ഓരോ ദിവസം കൂടുന്തോറും മണൽത്തിട്ടയുടെ വലുപ്പവും കൂടുന്നുണ്ട്. വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. പലതവണ പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ക്യാമറാമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. ഈ സ്റ്റോറിയോടെ ഇന്ന് ഈ പ്രതികരണ വേദിയുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടി നാളെ വൈകുന്നേരം 6:30. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ മോർണിംഗ് ഷോയിൽ രാവിലെ കൃത്യം 7 മണിക്ക്. അപ്പോൾ നമ്മളെ ഒന്നിച്ച് കാണാം. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കും.